ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി കറണ്ട് അഫയേഴ്സ് ഇടുമ്പോൾ അത് നോട്ട് എഴുതി തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. എക്സാം ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനൊരു ചാനൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഒരുപാട് പിള്ളേർ കോഴ്സ് നിർത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം. അതുപോലെ ഒരുപാട് പിള്ളേർ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. എനിക്കറിയാം, എവിടെ നിന്നെങ്കിലും ഒരു സോഴ്സ് കിട്ടുമായിരുന്നെങ്കിൽ എന്നും വിചാരിച്ചു. കാരണം വെച്ചാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ അവർക്കൊരു ആശ്വാസമാകുമല്ലോ എന്നോർത്തിട്ട്. അപ്പം മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, മുമ്പോട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളും പോകുമ്പോൾ അതിൻ്റെ നോട്ട്സും പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഫസ്റ്റ് കുറച്ച് ഡൗൺ ആയത്. ഇപ്പോൾ ഞാൻ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു PPT റെഡിയാക്കി ഇതാക്കണമെങ്കിൽ അതിൻ്റേതായ സമയം പിന്നെയും വേണം. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ തിരക്ക് കാരണമാണ് കുറച്ച് ഡിലേ ആവുന്നത്. ഓക്കെ, ഇനി മാക്സിമം എല്ലാ സ്പീഡിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫ് മുഹമ്മദ് സലേമിന് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫ് മുഹമ്മദ് സലേമിനാണ് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കാം. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ്. അപ്പോൾ സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ്? ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഓക്കെ, പിന്നെ നിർമ്മിത ബുദ്ധി എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AIUവിലെ ഇന്ത്യയുടെ ആദ്യ ജീവനക്കാരി പ്രഗ്യമ്മി നിയമിതയായി. ഓക്കെ, പിന്നെ അടുത്തത് നോക്കാം. നാവികസേന മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠി നിയമിതയായി. നാവികസേന മേധാവിയായി ആരാണ് നിയമിതനായത്? വൈസ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠിയാണ് നിയമിതനായത്. അതുപോലെ തന്നെ നമ്മുടെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ഏത് പേടകമാണ് വിക്ഷേപിക്കുന്നത്? ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് വായിച്ച് നോക്കാം. 5 വയസ്സുള്ള കുഞ്ഞ് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ആർക്കാണ്? റോയിട്ടേഴ്സിനാണ്. റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമിനാണ് ലഭിച്ചത്. എന്തിനു വേണ്ടിയാണ്? 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമിനാണ് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചത്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ അതുപോലെ തന്നെ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 3 തരം ചോദ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, മുഹമ്മദ് സലേമിന് എന്തിനു വേണ്ടിയാണ് കിട്ടിയത്, ആർക്കാണ് കിട്ടിയത്, അങ്ങനെ പല ടൈപ്പിൽ ഈ ചോദ്യം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. ഓക്കെ, പിന്നെ സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം ഏതിനാണ്? ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ്. പിന്നെ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AIUവിലെ ഇന്ത്യയുടെ ആദ്യ ജീവനക്കാരി പ്രഗ്യമ്മി നിയമിതയായി. നാവികസേന മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠി നിയമിതയായി. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം നിക്ഷേപിക്കും. ഓക്കെ.